ഹലോ ഗായ്സ്, ഇത് പോകുന്ന സ്വാഗതം. ഞാൻ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയോ നിൽക്കുന്നുണ്ട്. ഹലോ, ഞാൻ എന്നെ പറയേണ്ടത് ഹലോ ഗായ്സ്, ഇതിനുള്ള സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ, കണ്ടിട്ട് വാ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഒരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും ഇപ്പം ഈ ഏരിയ എന്താണെന്ന്. പകുതി പേരും കണ്ടിട്ടുണ്ടാവും. ഞാനത് പണ്ട് വിട്ടിട്ടുണ്ട്, പക്ഷേ പണ്ട് പഴയ ബ്ലോഗിലേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പുതിയൊരു ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വന്നതാണ്. കണ്ടോ, ഇതാണ് പൂരിമല. അപ്പോൾ പൂരിമല എന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനും കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. മൈക്കില്ലാത്തതുകൊണ്ടാണ്, മൈക്ക് സ്ഥലത്ത് വെച്ച് മറന്നുപോയി, അതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാത്തത്. അത് എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അത് മൈക്കായിട്ട് വരാം കേട്ടോ. അപ്പോൾ വേറെ കാഴ്ചകൾ കാണാനാണെങ്കിൽ ഇപ്പുറത്തായിട്ട് ഭയങ്കര കാറ്റാണ് കണ്ടോ. നോക്കി കഴിഞ്ഞാൽ നമ്മൾ കയറി വന്ന വഴി കാണാം. ഇങ്ങനെ ഇപ്പോൾ കാഴ്ചകൾ കാണാം. ഫാമിലി ആയിട്ടും നല്ലൊരു വ്യൂ അല്ലേ ഗൈസ്. നമ്മൾ വാഗമണ്ണൊന്നും പോകണ്ട. വാഗമണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെക്കാളും അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നമുക്ക് ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ചായ കുടിച്ച് ഫാമിലിയായിട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ അവിടെ ഫുഡ് കയറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നൊന്നും അറിയില്ല. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കയറ്റായിരിക്കും. ഫുഡൊക്കെ വേസ്റ്റ് ഹോട്ടലിലേക്ക് ഇട്ട് പോയാൽ മതി മലയ്ക്ക് രീതിയിൽ. ഞാൻ വന്നപ്പോൾ ഒരു വേസ്റ്റ് നിലത്ത് കിടക്കുന്നുണ്ടോ, അങ്ങനെ ഇടൽ വേസ്റ്റ് നല്ലപോലെ ഇട്ടിട്ട് പോവുക. നമ്മൾ വേസ്റ്റ് കുപ്പിയെല്ലാം മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ, വെള്ളം വല്ലതും മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ആ വെള്ളം കുപ്പി അവിടെ ഇട്ടിട്ട് പോവുക വേസ്റ്റ് ഹോട്ടലിൽ. അത് എത്ര ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ വേറെ കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ ഒന്നും പറയുന്നില്ല, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയുള്ളൂ ഇവിടെ കയറണമെങ്കിൽ. ഞങ്ങൾ 2 പേരുണ്ട്, അപ്പോൾ 20 രൂപ ടിക്കറ്റ് റേറ്റ്. 10 രൂപയുള്ളൂ ഒരാൾക്ക്. അപ്പോൾ മലയായിട്ട് വരുവാണെങ്കിൽ സുഖമായിട്ട് 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാനും ചെയ്യാം. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റി ഒന്നും ചെയ്യില്ല. ചെറുതായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റികളുണ്ട്. ആക്ടിവിറ്റി കയറാൻ പൈസയും വേണ്ട. അല്ല, ചില സ്ഥലത്തൊക്കെ കയറണമെങ്കിൽ പൈസ വേണം. ഇവിടെ ആക്ടിവിറ്റിക്ക് പൈസ വേണ്ട. ചുമ്മാ കയറി നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോവാം. ഇവിടെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല. പൂരിമല എലഞ്ഞി അടുത്താണ് സ്ഥലം. ഞങ്ങൾക്ക് ഒത്തിരി ദൂരമൊന്നുമില്ല, 20 കിലോമീറ്ററോ 10-15 മിനിറ്റ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് പൂരിമലയ്ക്ക് കയറുന്ന ഈ വഴിയും വരാം, അപ്പുറ സൈഡ് വഴിയും വരാം. അവിടെ വണ്ടി കൊണ്ട് അപ്പുറ സൈഡ് വരിക. ഇത് നടന്ന വഴിയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. കയറി വന്നു കഴിഞ്ഞാൽ പകുതി കാണാം. നമുക്ക് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷ്വലും കാണാൻ തോന്നില്ല. സൈഡ് ചെറിയൊരു സൈഡ് കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് അവരെ കിട്ടരുത്. അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ ഈ ബിൽഡിംഗ് ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്. പൂരിമലയുടെ ബാക്ക് സൈഡാണ്. നമ്മൾ വണ്ടി വെച്ചാൽ കുറച്ചുകൂടി മുന്നിലോട്ട് പോകണം. ഞങ്ങൾ ഈ വഴിയാണ് ഇറങ്ങി വന്നത്. വേസ്റ്റ് ഇറങ്ങുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഇടയില്ല. വേസ്റ്റ് ഇതിൻ്റെ അത് കുപ്പി നമ്മൾ ഉള്ളിലായിട്ട് ഇടണം. നമുക്ക് വാരിക്കാം.
ഫുള്ളും ഇതിങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിനാണ് ഒരു രസമുണ്ടാകും. പിന്നെ ബാത്റൂമൊക്കെ ഉണ്ട് ഈ സൈഡിൽ. ടോയ്ലറ്റുണ്ട്, ടോയ്ലറ്റിനും ടോയ്ലറ്റിനും നല്ല ബാത്റൂം ഉണ്ടാകും. എല്ലാ സെറ്റപ്പും ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പള്ളിയുടെ കുരിശുണ്ടല്ലോ. പള്ളിയാണെന്ന് തോന്നുന്നു, കുരിശാണെന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. പള്ളി ഉണ്ടാകില്ല, പള്ളി ആയിരിക്കും. പഴയ ഒരു ഇതാണ്. ഇതാണ് പുറത്തൊക്കെ നടക്കാനുള്ള പാറയൊക്കെ. ഈ മലയാറ്റൂരൊക്കെ പോകുമ്പോൾ നമ്മൾ നടന്നു പോകില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഫീലാണ്. ചെറിയൊരു മല എന്ന് പറയാം. കയറി വരുമ്പോൾ തന്നെ ഇവിടെ അപ്പുറത്ത് അടിപൊളിയായ പള്ളിയുടെ കുരിശാണോ പള്ളിയാണോന്ന് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. ഉള്ളതിലെ കൈ അതിൻ്റെ അടുത്ത് തന്നെ മാങ്ങുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ കുറേ വീടുകളുണ്ട് ടൗണിലായിട്ടുള്ള. ഉണ്ട് ഇവരുടെ പിന്നെ ടാങ്കൊക്കെ, വെള്ളം നിറയ്ക്കുന്ന ടാങ്കൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കി ഈ പള്ളിയുടെ കുരിശ് പോലെ തോന്നണം. പള്ളിയാണോ കുരിശാണോന്ന് അറിയില്ല. നമുക്ക് ഉള്ളിൽ ഇത് നോക്കാം. എൻ്റെ വണ്ടി വെച്ചിരുന്ന സ്ഥലം കാണിച്ചു. റോഡാണ്. അപ്പോൾ വണ്ടി ഇവിടെ വരെ വരും. ഞങ്ങൾ ഇപ്പുറ സൈഡ് വരെ വരണം. അവിടെ വന്ന് നടന്ന് വരേണ്ടി വരും. ഇതിനാണെങ്കിൽ വണ്ടി കയറ്റിക്കൊണ്ടുവരാം. റിസ്ക്കാണ്. എന്നാലും നല്ല കുത്തമുള്ള കയറ്റാണ്. നല്ല കയറ്റമുണ്ട്. നല്ല ഏരിയയിൽ ഒരു കയറ്റമുണ്ട്. ഇപ്പോൾ വണ്ടി നമുക്ക് നോക്കാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.